السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين بجنة. മയ്യത്ത് നിസ്കാരം ദേവർകോവിൽ 1:30 മണിക്ക് ഇവിടെ വന്നേക്കാലം അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഏതായാലും സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ എത്തുമ്പോൾ മയ്യത്ത് നിസ്കാരം ഉടനെ ഉണ്ടായിരിക്കുക. അതിനു മുമ്പ് ചെറിയ രീതിയിൽ ഖുത്ബയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സൂചന മാത്രം. അള്ളാഹു വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഇഅ്തികാഫിന്റെ നിയത്തോടെ പള്ളിയിൽ വന്നിരുന്നത് പൂർണ്ണമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ശക്തമായ മഴയുടെ കാലമാണ്. മഴ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിഭാസമാണ്, ഒരു മനോഹരമായ കാഴ്ചയാണ്. വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ മഴയുമായി ബന്ധപ്പെട്ട ഖുത്ബയാണ് നിങ്ങൾ കേട്ടത്. മഴ മനോഹരമായ കാഴ്ചയാണെന്നതിനപ്പുറം ശക്തമായ മഴ കാരണം പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. തിമിർത്ത് പെയ്യുന്ന മഴ, കോരിച്ചൊരിയുന്ന മഴ, മെല്ലെ മെല്ലെ ശാന്തമായി തഴകിത്തലോടുന്ന മഴ, ഇങ്ങനെ മഴയുടെ മനോഹരമായ ഭാവങ്ങളെ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ശക്തമായ മഴ സമയത്താണ് നാം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. മഴക്കെടുതികൾ മൂലമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ രോഗം പടരൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഗവൺമെന്റ് സംവിധാനവും മഴയ്ക്ക് മുമ്പേ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ തടഞ്ഞു നിർത്താനുള്ള മുൻകരുതലുകൾ, നടപടികൾ എടുത്തു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സന്ദർഭത്തിൽ ശക്തമായ മഴ നമ്മൾ ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, കാണുമ്പോൾ പഴയകാല ഇന്നലകൾ അപേക്ഷിച്ചുകൊണ്ട് പഴയകാലത്തൊക്കെ മഴ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകം സന്തോഷവും ആസ്വാദനവും, നമ്മുടെ കുഞ്ഞളം പ്രായത്തിലേക്ക്, കുട്ടിക്കാലത്തിലേക്ക് നമ്മളൊന്ന് പിന്നോട്ട് പോകുമ്പോൾ മഴക്കാലം വല്ലാത്ത സന്തോഷത്തിന്റെ, ആ മഴ വരുമ്പോൾ പുറത്തിറങ്ങി തുള്ളിച്ചാടി മഴവെള്ളത്തിൽ കുളിച്ചിരുന്ന, സ്കൂളുകളിലേക്ക് മഴ നനഞ്ഞു പോയ ആ സുന്ദരമായ കാലഘട്ടം. പക്ഷെ ഇപ്പോൾ മഴ എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഴ മൂലമുണ്ടായ ഈ അടുത്ത് വയനാട് ജില്ലയിൽ മേപ്പാട് കള്ളാടിയിൽ നമ്മൾ കേട്ട ആ ദുരന്ത സംഭവം, അള്ളാഹു എത്രയും പെട്ടെന്ന് സമാധാനമുള്ള അന്തരീക്ഷം നൽകട്ടെ. എന്നാൽ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഒരു വിശ്വാസി മഴയെ പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? അതിനെക്കുറിച്ച് ചെറിയൊരു സൂചനയാണ്. ആദ്യമായി തന്നെ പെടുങ്ങനെ വരുന്ന മഴ, നാം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പാതി വഴിയിൽ പെടുന്ന മഴ, നമ്മുടെ യാത്രയെ മുടക്കുന്ന ആ മഴ എപ്പോഴാണ് പെയ്യുന്നത് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്ര ചില ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ മുൻനിർത്തി പ്രഖ്യാപിച്ചാലും ആ സാധ്യതകളെല്ലാം ശരിയായി കൊള്ളണമെന്നില്ല. പക്ഷേ അല്ലാഹു പറയുന്നത് മഴയെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നു. ആദ്യത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്ന ഒരു കാര്യമാണ്. എപ്പോൾ, എവിടെ, എങ്ങനെ, എത്ര രീതിയിൽ മഴ ഭക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു. മഴ എന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു അറിയുന്ന അതീവ രഹസ്യമായ ഒന്നാണ്. പലപ്പോഴും നമ്മൾക്കറിയാം, പല സ്ഥലത്ത് മഴയുണ്ടാകുന്നു, മറ്റൊരു സ്ഥലത്ത് മഴ ഉണ്ടാകുന്നില്ല. ഏതായാലും വിശുദ്ധ ഖുർആൻ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാഹു പറയുന്നു, മഴ എന്നത് അല്ലാഹുവിന്റെ പരമരഹസ്യമാണ്. മഴയെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞിരുന്നു. രണ്ടാമതായി മഴയെക്കുറിച്ച് ഖുർആൻ നമ്മോട് പറയുന്നത്, വിശുദ്ധ ഖുർആൻ അതിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയെ പല രീതികളിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ചിലപ്പോൾ ആ മഴ ഒരു സമൂഹത്തിന്, ഒരു പ്രദേശത്തിന് ശിക്ഷയായിരിക്കാം. മഴ, മലയാളത്തിൽ മഴ എന്ന രണ്ടക്ഷരം. മഴയെക്കുറിച്ച് നമ്മൾ പറയുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നലെ പെയ്തു, ഇന്ന് പെയ്യും, നാളെ പെയ്യും എന്ന് ആ രണ്ടക്ഷരത്തെ കുറിച്ച് നമ്മൾ ചെറിയ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ മഴ എന്ന ആ മലയാളത്തിലെ രണ്ടക്ഷരം
പക്ഷേ വിശുദ്ധ ഖുർആൻ വല്ലാത്ത ആ മഴയെന്ന പ്രതിഭാസത്തെ വിശാലമായ അർത്ഥത്തിലാണ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ മഴയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പല പേരുകളിൽ നൽകാം. ഖുത്ബയിൽ നിങ്ങൾ കേട്ടു, മത്തർ എന്ന പ്രയോഗമുണ്ട്, അൽ വൈസ് എന്ന പ്രയോഗമുണ്ട്, വാബിൽ എന്ന പ്രയോഗമുണ്ട്. വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആന്റെ ഈ മഴയെക്കുറിച്ച് സംവിധാനിക്കുക. ഒന്ന് വൈസ് എന്ന മഴയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുർ റഹ്മതഹു. ഗൈസ് എന്ന് പറഞ്ഞാൽ രക്ഷ, സഹായം, ആശ്വാസം എന്നൊക്കെയാണ്. അതായത് വളരെ ശക്തമായ പ്രതിസന്ധി, ഭൂമി വരൾച്ചക്ക്, ഭൂമി മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന വരൾച്ച കാരണം മൃഗങ്ങളും മനുഷ്യരും ദുരിതത്തിൽ, വല്ലാത്ത പ്രതിസന്ധി, ശക്തമായ ചൂട്, അങ്ങനെ ഭൂമി വരണ്ട് എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു നൽകുന്ന മഴ അത് ആശ്വാസമാണ്, അത് സമാധാനമാണ്, അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പ്രതീകമാണ്. അതായത് ആവശ്യഘട്ടത്തിൽ പ്രതീക്ഷയോടെ കിട്ടുന്ന മഴക്കാണ് അൽ ഗൈസ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രകടനമാണ്. എല്ലാ അർത്ഥത്തിലും നിരാശയുള്ള സമയത്ത് പെയ്യുന്ന മഴക്കാണ് അൽ ഗൈസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് വാബിൽ, ശക്തമായ കനത്ത മഴ. ഫഅസാബഹു വാബിലുൻ ഫതറകഹു സുൽദ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോ വാബിൽ എന്ന് പറഞ്ഞാൽ കനത്ത ശക്തമായ മഴക്കാണ് വാബിൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ മഴയ്ക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഗൈസ് എന്ന് പറഞ്ഞ ഒരുപാട് ഉപകാരമുണ്ട്. ആ മഴ വന്ന് പുല്ല്, പുഷ്പങ്ങൾ, സസ്യലതാദികൾ മുളച്ച് ഒരുപാട് ഫലപുഷ്ടിയായി മനുഷ്യരും അതുപോലെ തന്നെ മൃഗങ്ങളും അതിലൂടെ ഉപകാരമുണ്ടാകുന്നു. സഹായമായിട്ട്, രക്ഷയായിട്ട്, സുരക്ഷയായിട്ട് വരുന്നതാണ്. മറ്റൊന്ന് മത്വർ, സാധാരണ ഒരു പൊതുവായി നമ്മൾ ഉപയോഗിക്കുന്ന, പക്ഷെ പലപ്പോഴും ഈ പ്രയോഗം ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നത്. ഫഅംതർനാ അലൈഹിം മത്വറ, കനത്ത, ധാരാളമായി ശക്തമായ മഴ. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ കല്ലിനാലുള്ള മഴയുണ്ടായി. പലപ്പോഴും അത് ശിക്ഷയായിട്ട് വരും, അള്ളാഹുവിന്റെ താക്കീതായിട്ട്. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് എല്ലാ അർത്ഥത്തിലും ഞങ്ങളാണ് വലിയ എന്ന് പറയുന്ന ആദ്യ സമൂഹം, തെങ്ങിനേക്കാൾ തെങ്ങിലോളം വിശാലമുള്ള മനുഷ്യന്മാർ, ഞങ്ങളാണെല്ലാമെന്ന് അഹങ്കരിച്ചിരുന്ന ആ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചത് 7 രാത്രികളും 8 പകലും കൊണ്ട് ശക്തമായ മഴ കാരണം അത്തരത്തിൽ അഹങ്കരിച്ചവരെ അല്ലാഹു മഴയെന്ന ശിക്ഷ കൊണ്ട് ശിക്ഷിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞു വരുന്നത്, വ്യത്യസ്തമായ സാഹചര്യത്തിന്, സന്ദർഭത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ മഴ വരുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് അള്ളാഹു നമ്മോട് മഴയെ വർണ്ണിച്ചത് കാണുന്നത്. തൊല്ല് എന്ന് പറയുന്നത് കാണാം, ചാറ്റൽ മഴ, ചെറിയ മഴയ്ക്ക്. അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ വിശുദ്ധ ഖുർആനിൽ മഴയുമായി ബന്ധപ്പെട്ട് വിശാലമായി മഴ എന്ന പ്രതിഭാസത്തെ കുറിച്ച് നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഓരോ സാഹചര്യത്തിൽ, ഓരോ സന്ദർഭത്തിൽ പെയ്യുന്ന മഴയുടെ അവസ്ഥ, രീതി അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞു വന്നത്, മഴ എന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, ചിലപ്പോൾ ശിക്ഷയായി വരാം. ഒരു വിശ്വാസി പലപ്പോഴും നമ്മൾ മഴയെ കുറ്റപ്പെടുത്താറുണ്ട്. പണ്ടാരം മഴ നിൽക്കുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. നിന്നല്ലോ എന്ന് ആക്ഷേപിച്ചോ സന്തോഷിച്ചോ പറയാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസി, ഒരു മതവിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ മഴ വരുമ്പോൾ അനുവർത്തിക്കേണ്ട രീതിയെ കുറിച്ച് ഖുത്ബയിൽ നിങ്ങൾ കേട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം മഴ വരുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം, മഴ വരുമ്പോ അള്ളാഹുവിനോട് എന്ന് പറയാം. ശാസ്ത്രം നമ്മൾ പരിശോധിക്കുമ്പോ ഈ മഴ പെയ്യുമ്പോ എത്രയോ കിലോമീറ്റർ അപ്പുറം പെയ്യുമ്പോൾ വളരെ ശാന്തമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. ആ സ്പോട്ടിൽ തന്നെ മഴ ഇങ്ങോട്ടെത്തിയാൽ ആ ശക്തമായ ആ മഴയുടെ ശക്തി കൊണ്ട് മനുഷ്യൻ മരിച്ചു പോകുമെന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിൽ മഴ ശിക്ഷയായി വന്നത്. വളരെ അനുഗ്രഹമായിട്ട് ഭൂമിയുടെ തൊട്ടുമുമ്പ് കിലോമീറ്റർ അപ്പുറം ശാന്തമായിട്ട് ഇങ്ങനെ തള്ളിത്തൊള്ളിയോടെയാണ് മഴ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് അനുഗ്രഹമാകുന്നത്. അപ്പോൾ ആ മഴ കാണുമ്പോൾ ഒരു അബദ്ധം വരാതിരിക്കാൻ, ഒരു ബുദ്ധിമുട്ട് വന്നില്ലല്ലോ എന്ന രീതിയിൽ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിന്റെ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട്
അൽഹംദുലില്ലാ. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ നൽകണേ എന്ന്, ഈ മഴ ഞങ്ങൾക്ക് ഉപകാരമാക്കണേ എന്നൊരു പ്രാർത്ഥന. അതോടൊപ്പം തന്നെ അസഹ്യമായ ശക്തമായ മഴ വരുമ്പോ പേടിക്കുമ്പോ, ഒരുപക്ഷെ ഈ മഴ കാരണം ദുരന്തം വരെ വന്നേക്കാമെന്ന് പേടിക്കുമ്പോ അല്ലാഹുമ്മ ഹബ അലൈന വല അലൈന എന്ന് പ്രാർത്ഥിക്കാനും പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരുപാട് സംഭവം കാണാം ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ. മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശക്തമായ മഴ കാരണം ബുദ്ധിമുട്ടി നബിയെ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ ഹബ അലൈന വല അലൈന, അല്ലാഹുവേ ചുറ്റുപാടുകളിൽ മഴ വർഷിപ്പിക്കണേ, ഞങ്ങൾക്ക് ദുരന്തമുണ്ടാകുന്ന രീതിയിൽ മഴ തരുന്നത് എന്ന്. അങ്ങനെ മഴ ശാന്തമായോ അല്ലാതെയോ പെയ്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസി പറയേണ്ടത് മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, മഴ കഴിഞ്ഞാൽ അതിനെ ശപിക്കാതെ മാന്യമായിട്ട് അല്ലാഹുവിന്റെ തൃപ്തിയാണ്, അനുഗ്രഹമാണ്. മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മഴ ലഭിച്ചു. പലപ്പോഴും നമ്മൾ മഴയില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പലപ്പോഴും പല നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് മഴയെ തേടുന്ന. എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികപരമായി എല്ലാ നിലക്കും മഴയില്ലാതെ, വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മനംതൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു നൽകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഒരുപക്ഷെ നമ്മിൽ നിന്ന് വല്ല ബാധകൾ വന്നാൽ നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ശിക്ഷയായിട്ട് മഴ വന്നേക്കാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, അള്ളാഹുവേ ഒരുപക്ഷെ എന്നിൽ നിന്ന് അപാകതകൾ വന്നെങ്കിൽ എന്നെ ശിക്ഷിക്കരുത്, ഈ മഴ എനിക്ക് അനുഗ്രഹമാക്കണേ എന്ന്. അതുപോലെ തന്നെ മഴ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹംദ് പറയാൻ. മഴ ദോഷകരമായി എന്ന് തോന്നിയാൽ അല്ലാഹുമ്മ ഹബ അലൈന വല അലൈന. അതോടൊപ്പം തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, ഇങ്ങനെ പറയാനാണ് വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മഴ കാരണം പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് വയനാട് പോലത്തെ കല്ലാടിയിൽ നടന്ന ആ ദുരന്തങ്ങൾ, അത്തരം സന്ദർഭത്തിൽ നമുക്ക് അവിടെ പോയി സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ ദുരിതാശ, ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധി നേരിടുന്ന സ്ഥലത്ത് പോയി കഴിയാവുന്ന രീതിയിൽ സഹായാസ്തങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോഴും സുരക്ഷാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ. ഇന്ന് തന്നെ ഒരു സ്ത്രീയുടെ വോയിസ് കേൾക്കാനിടയായി. ശക്തമായ ഘോരമായ ശബ്ദം കേട്ടു. കുട്ടിയാണ് അത്രയും ശബ്ദം കേട്ടത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ മഴ ഇടിഞ്ഞ് ഒരു ആ ടാങ്കർ ലോറി അവിടെ നിന്നത് കൊണ്ടായേക്കാം, തടസ്സം നിന്നത് കൊണ്ടായേക്കാം ഞങ്ങളുടെ വീട് അതിൽ മുങ്ങിപ്പെടാത്തത്. ഇപ്പോഴും ആ ഭീതിയിൽ നിന്ന്, പേടിയിൽ നിന്ന് വല്ലാത്ത ദുഃഖത്തിലാണ്. കുട്ടി ഇതുവരെ ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് ഒരു ചെറുപ്പക്കാരിയായ സഹോദരി പറയുന്നു. അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴ എന്ന് കേൾക്കുമ്പോ, ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോ പേടിയാണ്. അള്ളാഹു ഏതൊരു ദുരന്തത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ ദുരന്തത്തിൽ അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ വാർത്ത കേൾപ്പിക്കട്ടെ. ആ ദുരന്തത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് മോചനം നൽകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. അല്ലാഹുവേ ആ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. പ്രത്യേകിച്ച് വയനാട് കല്ലാട് എന്ന പ്രദേശത്ത് നിന്റെ സമാധാനം നീ ഇറക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധിയും നീക്കി കൊടുക്കണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. അതിന്റെ സുരക്ഷാ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. അവന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഫലം നൽകണേ അല്ലാ. എല്ലാ സ്ഥലത്തും നീ മഴ അനുകൂലമാക്കി തരണേ അല്ലാ. നിന്റെ പരീക്ഷണമാക്കില്ലേ അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ മഴ നൽകി നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സ്, ഈ ജുമുഅ ദിവസം ഈ പള്ളിയിൽ വന്നത്, നിസ്കരിച്ചത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഒരു മയ്യത്ത് നിസ്കരിക്കാനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അടുത്ത നിമിഷം നമ്മൾ അറിയില്ല. അല്ലാഹു ആ മയ്യത്തിലേക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആ മയ്യത്തിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. ആമീൻ.